ഈ വണ്ടിയുടെ രണ്ട് പോരായ്മകളിലൊന്ന് ഈ വിൻസ്ക്രീനും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹോൺ തന്നെയായിരുന്നു. അപ്പോൾ ഓപ്പൺ ഏരിയയിൽ ഇതിൻ്റെ എന്തുമാത്രം സൗണ്ട് ഉണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റോക്ക് ഹോൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഇതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ബൈക്കിൽ വന്നിരിക്കുന്നത് സിംഗിൾ ഹോണാണ്. അപ്പോൾ ആ സിംഗിൾ ഹോൺ നമ്മൾ ഡ്യുവൽ ആക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ വണ്ടിയിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് സ്റ്റിക്കറിൻ്റെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് MVD പിടിക്കുന്ന രീതിയിലൊന്നുമല്ല ചെയ്തേക്കണേ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നമ്മുടെ വീഡിയോ അവസാനം വരെയും കാണുക. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വിൻസ്ക്രീനിലാണ്. വിൻസ്ക്രീനിൽ നമ്മൾ ജസ്റ്റ് അപ്പാച്ചി ആറാടുത്തിട്ടുള്ള വന്നിരിക്കുന്നത് അതേപോലത്തെ ഒരു സ്റ്റിക്കർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് അത് ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ലിക്വിഡ് റിസർവോയറിൽ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് റിസർവോയറിൽ നമ്മൾ ക്യാറ്റിൻ്റെ ഒരു ചെറിയ എംബ്ലം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിൻസ്ക്രീനിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നെക്സ്റ്റ് നമ്മൾ ഇനി വന്നിരിക്കുന്നത് താഴെയാണ്. താഴെ നമ്മുടെ സ്റ്റമ്പിൽ നമ്മുടെ ഡ്യൂക്കിലൊക്കെ വന്നിരിക്കുന്ന പോലെ WPയുടെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റിക്കർ രണ്ട് ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒരു മാറ്റ് ഫിനിഷിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീൽ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. വീൽ സ്റ്റിക്കർ നോർമൽ റെഡ് കളറിൽ സുസുക്കിയുടെ ബാഡ്ജിങ് ഉള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ എൻജിൻ പ്രൊട്ടക്ടറിലായിട്ട് നമ്മൾ അവിടെ സുസുക്കിയുടെ ലോഗോ ഓൾറെഡി ഉണ്ട് ബാക്കിൽ. നമുക്കത് ബ്ലാക്ക് കളറിൽ വന്നിരുന്നത് നമ്മൾ വൈറ്റ് ആക്കി താഴെ ജസ്റ്റ് റേസിംഗ് എന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ താഴത്തെ ഈ പാനലിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ 250യുടെ മുകളിലായിട്ട് ജസ്റ്റ് നമ്മുടെ മുകളിൽ കാണിച്ചിരിക്കുന്ന വിൻസ്ക്രീനിൽ വന്നിരിക്കുന്ന മോഡൽ ജസ്റ്റ് ഒരു 3 കളറിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ചെയ്തിരിക്കുന്നത് നമ്മൾ ടാങ്കിലാണ്. ഇതിപ്പോൾ സുസുക്കി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റിക്കറാണ്. ഇത് 2-3 കളറുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ കളറാണ് എടുത്തത്. അപ്പോൾ ഇത് ടാങ്ക് പാഡാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. ടാങ്ക് പാഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊട്ടക്ഷനൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്റ്റിക്കറായിട്ട് ഇവിടെ ഇരുന്നോളും. ഇത് ഒറിജിനൽ സ്റ്റിക്കറിൻ്റെ അതേ ക്വാളിറ്റിയാണ്. പൊളിഞ്ഞു പോകില്ല എന്തായാലും. ഇപ്പോൾ നമ്മൾ വെള്ളം വീണാലോ കാര്യങ്ങളൊന്നും നമുക്ക് പൊളിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളുണ്ടാവില്ല. അടുത്തത് നമ്മൾ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് വീലിലാണ്. വീലിൽ നമ്മൾ സുസുക്കിയുടെ സെയിം ഫ്രണ്ട് ഇത് കൊടുത്തതാണ്, അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജസ്റ്റ് ബ്ലൂ കളറിനും റെഡ് കളറിനും GSXR കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരുപാട് വണ്ടികൾ ചെയ്തത് കണ്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്താണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു 250R കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി കാണുമ്പോൾ ആൾക്കാർ ഇത് 250 ആണോ 150 ആണോ എന്ന് അറിയാത്തതുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബ്ലാക്കിൽ ഇത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ബാക്കിലും കൂടി നമ്മുടെ CBRലൊക്കെ വന്നിട്ടുള്ള പോലെ ജസ്റ്റ് 250R കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു സ്വിങ്ങാമിൽ ഞാൻ ജസ്റ്റ് ബ്രിഡ് സ്റ്റോണിൻ്റെ ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. സെയിം ഈ 250Rൻ്റെ ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലെ സ്റ്റിക്കറും കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്റ്റിക്കർ വർക്കായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു കോസ്റ്റ് വന്നിരിക്കുന്നത് സ്റ്റിക്കർ വർക്ക് മാത്രം ഒരു 800 രൂപ ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ടാങ്ക് പാഡിന് 186 റുപ്പീസാണ് അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് അത് ഒട്ടിക്കാൻ കരുതിയത്. കാരണം ടാങ്ക് പാഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി മുകളിലേക്ക് വരും. അപ്പോൾ അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ നമ്മുടെ റിവ്യൂ കണ്ട ഒരുപാട് പേര് ഇതിൻ്റെ ഒരു ലോങ് ടൈം റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിപ്പോൾ 5000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അടുത്ത തന്നെ എന്തായാലും ഇതിൻ്റെ 3rd സർവീസും കൂടി വരും. സെക്കൻഡ് സർവീസ് കഴിഞ്ഞു, 3rd സർവീസും കൂടി വരും. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ആ വീഡിയോ എന്തായാലും നെക്സ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഹോൺ എങ്ങനത്തെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൺ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയിൽ വന്നിരിക്കുന്ന സ്റ്റോക്ക് ഹോൺ. ഇപ്പോൾ MINDAയുടെ D70 ഹോണാണത്. ഇത് 2 ടോൺ അവൈലബിൾ ആണ്, ഒന്ന് ഹൈയും ഒന്ന് ലോവും. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഹൈ ആണ്, കാരണം ഓൾറെഡി വണ്ടിയിലിരിക്കുന്ന ഹൈ ആണ്. ലോ ആണ് കൊടുക്കാറ്, പക്ഷേ അത് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് തന്നെ മേടിച്ചു. ഇപ്പോൾ കുറേ കടകളിൽ അന്വേഷിച്ചു, അപ്പോൾ അങ്കമാലി തന്നെ എനിക്കിത് കിട്ടിയത്. അതേപോലെ തന്നെ നമുക്ക് റിലേ വേണം. ഈ റിലേ AGNIയുടെ റിലേ ആണ്. അപ്പോൾ ഹോൺ റിലേ ഇത് നമുക്ക് ഹോണിന് മാത്രമല്ല ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് റിലേ ആയിട്ട് ഉപയോഗിക്കാം. ഹെവി ഡ്യൂട്ടി റിലേ ആണ്. അപ്പോൾ നമ്മളെന്തായാലും 2 ഹോൺ കൊടുക്കുമ്പോൾ ഇത് റിലേ കൊടുത്തില്ലെങ്കിൽ അത് ലോഡ് നമ്മുടെ ഹോണിൻ്റെ സ്വിച്ചിന് ലോഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കത്തിപ്പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ഹോൺ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുമ്പോഴായാലും നമ്മുടെ വണ്ടിയുടെ വയറിങ്ങുകളിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങളോ കട്ടിങ്ങോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും വാറണ്ടി കട്ടായി പോകും. അതുകൊണ്ട് നമ്മൾ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് ഒരു ക്ലിപ്പ് ചെയ്യണു, അത്രേ ഉള്ളൂ. നമ്മുടെ ഉള്ള ക്ലിപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഹോണിൻ്റെ റിലേയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെന്തായാലും ഈ ചാനലിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഡിയോ ആയിട്ട് ചെയ്യണത്. വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് വണ്ടിക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യണം. അഡീഷണൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
നമ്മൾ എടുത്തിരിക്കുന്ന ഹോൺ SD7 ഹൈ മോഡലാണിത്. സെയിം തന്നെ SD7 ലോ മോഡലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടിങ്ങിന് ചെറിയ വ്യത്യാസമുണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് കേൾക്കുമ്പോൾ. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ 12 വോൾട്ട് 2 ആംപിയറാണ് നമുക്കിത് ഹോൺ വന്നിരിക്കുന്നത്. ഹോണിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 150 രൂപയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ റിലേ ഉണ്ട്. റിലേ ഹെവി ഡ്യൂട്ടി റിലേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 150 രൂപ തന്നെ വന്നിട്ടുണ്ട്. ഹോണിനും റിലേക്ക് ഏകദേശം സെയിം തന്നെ പ്രൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 4 വയറുള്ള ടൈപ്പ് റിലേ ആണ്. ഇത് തന്നെ 3 വയറുള്ളതുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 4 വയറുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടുമിക്ക ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. നമ്മുടെ റിലേ ബോക്സിൽ തന്നെ നമ്മുടെ കണക്ഷൻ എങ്ങനെ ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്നത് 3 പ്ലഗിൻ്റെ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. അതിൽ 1-2 വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ ഹോണിൻ്റെ ഡീറ്റെയിൽസ് ഇത് തന്നെ മിൻഡയ്ക്ക് പല ഹോൺസ് ഉണ്ട്. അപ്പോൾ ആ ഹോൺസൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു മോഡലാണ് ഞാൻ പറഞ്ഞ SD7 ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് വന്നിരിക്കുന്നത് 159 ആണ്. അപ്പോൾ എന്തായാലും ഇനി ഇൻസ്റ്റാളേഷനിലേക്ക് കിടക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റോക്ക് ഹോൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഇതാണ്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്പീഡിലും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോൺ കൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് വന്നവർ അറിയണമെന്നില്ല. അപ്പോൾ അവരൊരു ചെറിയ വണ്ടിയാണെന്ന് തന്നെ കരുതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഡ്യുവൽ ഹോൺ സെറ്റ് ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ഇതിനൊരു സ്പോട്ട് കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ ഇവിടെ ആയിട്ടാണ് ഈ ഒരു ബോൾട്ട് നമ്മൾ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഹോൺ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിവിടെ ഇങ്ങനെ നല്ല പക്കയായിട്ട് ഇരുന്നോളൂ. അതേപോലെ തന്നെ നമുക്ക് സെയിം ലൊക്കേഷൻ തന്നെയാണ് ഇപ്പോൾ ആ ഒരു ഹോണും വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാനും വൃത്തികേടൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ബോൾട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഹോൺ അവിടെ ഫിക്സ് ചെയ്യാം. ഹോൺ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന ഈ 2 ടെർമിനലുകളുണ്ട്. അപ്പോൾ ഈ 2 ടെർമിനലുകളിൽ ഏതാണ് നെഗറ്റീവ് ഏതാണ് പോസിറ്റീവ് എന്ന് അറിയാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഇതിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതൊരു ഹോൺ കേൾക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പോസിറ്റീവ് ടെർമിനലായിരിക്കും. ഇപ്പോൾ നമുക്കിത് ടച്ച് ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്നില്ല. നമുക്ക് എന്തായാലും അപ്പോൾ നെക്സ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് നെക്സ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളിവിടെ ടച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതാണ് നമ്മുടെ പോസിറ്റീവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പോസിറ്റീവും അതേപോലെ ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഈ 2 ടെർമിനലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ എടുക്കുന്നത്. വേറെ വണ്ടിയുടെ ഭാഗത്തു നിന്ന് എങ്ങും നമ്മൾ എർത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പുതിയതായിട്ട് കട്ട് ചെയ്തെടുക്കുകയൊന്നും ചെയ്യണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ പുതിയ വയർ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ റിലേയിലേക്കുള്ള. നമ്മുടെ റിലേ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ റിലേയിൽ ഈ റെഡ് വയർ കൊടുത്തിരിക്കുന്നത് പോസിറ്റീവാണ്. ഇത് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. ഡയറക്റ്റായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അത് കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് പിടിച്ചിട്ടേക്കണം. കാരണം വണ്ടി ഷോർട്ട് സർക്യൂട്ട് എങ്ങും ആവാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒരു വയർ വലിച്ചിട്ട് നമ്മൾ നേരിട്ട് ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. അടുത്ത് വന്നിരിക്കുന്നത് ഈ ഗ്രീൻ വയറാണ്. ഗ്രീൻ വയർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ വയർ എടുക്കുക, നമ്മളത് അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നേരെ താഴെ വന്നിരിക്കുന്ന ഈ ബ്ലൂ കളർ വയർ നമ്മുടെ ബാറ്ററി ഇപ്പോൾ കണ്ട ഹോണിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഹോണിൻ്റെ ഒറിജിനൽ വണ്ടിയിൽ വന്നിരിക്കുന്ന ആ 2 ലൊക്കേഷനിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള. ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത് കണ്ടുപിടിച്ച ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാൻ ഗ്രീൻ നെഗറ്റീവും ബ്ലൂ പോസിറ്റീവും. ഇനി ഇവിടെ വേറൊരു ബ്ലൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൂ വന്നിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഹോണിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മളെന്തായാലും ഹോൺ കണക്ട് ചെയ്യുമ്പോൾ ഒരു ടെർമിനൽ ബാക്കി വരും, അതിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള. നമുക്ക് എന്തായാലും അപ്പോൾ ബാറ്ററിയുടെ റെഡ് ഈ വയർ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് വണ്ടിയുടെ സൈഡ് പാനലും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് വയർ എടുത്ത് കണക്ഷൻ കൊടുക്കാം. ഒരു റെഡ് വയർ നമ്മുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഡയറക്റ്റ് പോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു റെഡ് വയർ വേറെ അഡീഷൻ എടുത്തിട്ടുണ്ട്. നല്ല ഗേജ് കൂടി വയർ എടുത്തേക്കുന്നത്, കാരണം അത് ഷോർട്ട് കാര്യങ്ങളൊന്നും ആവാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അത് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. നമ്മൾ നെഗറ്റീവ് ടെർമിനൽ റിമൂവ് ചെയ്യാനായിട്ട് വേണം.
ഇപ്പോൾ തന്നെ ഈ വണ്ടിയിലെ എല്ലാ കണക്ഷൻസും റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യണത് പോസ്റ്റ് ടർമിനൽ റിമൂവ് ചെയ്യണം. വയർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റെഡ് വയറാണിത്. അപ്പോൾ നമ്മൾ ആ വയർ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. കഴിച്ചപ്പോൾ നമ്മുടെ റിലേയിലേക്കുള്ള പോസിറ്റീവ് ടെർമിനലിൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എന്തായാലും റിലേയുടെ ബാക്കി വയറിങ്ങിന് കണക്ഷൻ കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് 2 സെറ്റ് വയറുകളാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് കണക്ഷൻ വരുന്നത്. അതായത് ഒറ്റ ഇതിൽ നിന്ന് നമ്മുടെ ഹോൺ പ്ലഗിൽ നിന്ന് നമ്മളിത് 2 ആയിട്ട് എടുത്തിട്ട് ഒരു സൈഡിൽ നമുക്ക് ഹോൺ പ്ലഗ് അഡീഷണൽ ഫിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു സൈഡ് ഫ്രീ ആയിട്ട് ഇടണം. ഈ ഫ്രീ ആയിട്ട് വന്നേക്കണം നമ്മൾ റിലേയിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. ഇതേപോലത്തെ 2 സെറ്റ് നമുക്ക് വേണം. 2 ഹോണിനും കൂടി ആയിട്ട് 2 സെറ്റ് വേണം. ഇത് നമുക്ക് ഹോണിലെ റിലേയിലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാനായിട്ടുള്ളത് ഈ ഗ്രീനിന് മുകളിൽ കാണുന്ന ഈ നീല വയർ നമ്മുടെ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള പോസിറ്റീവ് ടെർമിനലിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹോണിൻ്റെ വന്നിരിക്കുന്ന സ്റ്റോക്ക് വയറിലെ നെഗറ്റീവിലേക്ക് നമ്മുടെ ഈ ഗ്രീൻ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കണക്ട് ചെയ്യാം. ഇതിപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കണക്ഷൻ ചെയ്തിട്ടുണ്ട്, അകത്ത് ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും തമ്മിൽ നല്ലോണം ഇൻസുലേഷൻ ചെയ്യുക. അതേപോലെ തന്നെ ഈ നെഗറ്റീവ് വരുന്ന ഈ പച്ചയും അതേപോലെ തന്നെ ഈ നെഗറ്റീവ് ടെർമിനലും ഇതേപോലെ തന്നെ കണക്ട് ചെയ്തിട്ട് ഇൻസുലേഷൻ. നമ്മൾ നേരത്തെ ഹോണിന് വേണ്ടി 2 വയർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു വയർ എടുക്കുക. അതിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു ഭാഗം നമ്മുടെ ഈ നെഗറ്റീവിൻ്റെ കൂടെ, അതായത് ഈ പച്ച നെഗറ്റീവാണ്, ഈ നെഗറ്റീവിൻ്റെ കൂടെ എർത്തും കൂടിയാണത്. അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ കൂടെ നമ്മളിത് ജോയിൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ 2 വയറും കൂടി നെഗറ്റീവിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരറ്റം നമുക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഒരറ്റത് ഹോണിലേക്കുള്ള ക്ലിപ്പാണ് വന്നിരിക്കുന്നത്. ഇത് 2 ഹോണിലേക്കും കൂടി കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഹോണിൻ്റെ നെഗറ്റീവിൽ ഇതും അടുത്ത ഹോണിൻ്റെ നെഗറ്റീവിൽ ഇതും, അങ്ങനെ 2 ക്ലിപ്പും കൂടി 2 ഹോണിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. നമ്മുടെ ബാക്കിയുള്ള ഒരു ബ്ലൂ വയറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മറ്റൊരു കണക്ഷൻ ഉണ്ടല്ലോ ഹോണിൻ്റെ, അതും കൂടി ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ബ്ലൂ വയറും നമ്മൾ നേരത്തെ ഹോണിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 2 വയറിൽ ഒരെണ്ണം കണക്ട് ചെയ്തു. നമ്മൾ ബ്ലൂ വയർ എടുത്തിരിക്കുന്നത് ഹോണിൻ്റെ പോസിറ്റീവ് കൊടുക്കാനും അതേപോലെ തന്നെ ഗ്രീൻ വയറിൻ്റെ കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഇത് നമ്മുടെ ഹോണിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കാനാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഹോൺ ഒരെണ്ണം ഫിറ്റ് ചെയ്യാനുള്ളത് നമുക്ക് എന്തായാലും ആ ഒരു സ്പേസിൽ നമ്മൾ ഇവിടെ ആയിട്ടാണ് ഹോൺ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. തൊട്ട് മുകളിലായിട്ട് ജസ്റ്റ് അവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ ഈ ഹോളിൻ്റെ അടുത്തായിട്ട് നമ്മൾ കേബിൾ ടൈ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ റിലേ ഇവിടെ നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബോൾട്ട് ഇവിടെ ഓൾറെഡി ലൂസ് വെച്ചിട്ടുണ്ട്. ഈ ബോൾട്ട് അഴിച്ചിട്ട് നമുക്ക് എന്തായാലും ഹോൺ കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2 ഹോൺ ഇവിടെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഹോണിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ഹോണിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് പോസിറ്റീവ് കാണിക്കുന്നത്. കാരണം നമ്മുടെ പോസിറ്റീവ് കണക്ഷൻ ഓൾറെഡി ഉണ്ടായിരുന്നത് അതിലാണ്. അപ്പോൾ നമ്മളെന്തായാലും ആ കണക്ഷനിലേക്ക് നമ്മുടെ ബ്ലൂ വയറിൽ നിന്ന് കണക്ട് ചെയ്തേക്കണം 2 വയറുകൾ നമ്മൾ ജോയിൻ ചെയ്യാം. അത് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ ഗ്രീനും അതേപോലെ തന്നെ ഈ ഹോണിൻ്റെ നെഗറ്റീവ് കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോണിൻ്റെ നെഗറ്റീവിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് അടുത്ത ഹോണിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. ഹോണിന് ബാക്കിയുള്ള ആ ഒരു പോയിൻ്റാണ് ഇനി നെഗറ്റീവ് ബാലൻസ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ കണക്ഷനിൽ ലാസ്റ്റായിട്ടുള്ളത്. നെഗറ്റീവും പോസിറ്റീവും എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിലേ എല്ലാം കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വയറും കാര്യങ്ങളൊക്കെ ഒതുക്കുക എന്നുള്ളതാണ് പണി. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ നെഗറ്റീവ് ടെർമിനൽ ബാറ്ററിയിൽ നിന്ന് പിടിച്ചിട്ടേക്കാണ്. അതും കൂടി കണക്ഷൻ കൊടുത്തിട്ട് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, പിന്നെ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓൺ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ടൈം മിക്കവാറും മാറിയിട്ടുണ്ട്. ടൈം ഇപ്പോൾ 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ടൈമൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഹോൺ ഒന്ന് ചെക്ക് ചെയ്യാം. ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ഹോണായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലൗഡ്നെസ് തന്നെ വന്നിട്ടുണ്ട്. 2ഉം ഹൈ ആയതുകൊണ്ടാണ് ഇത്ര സൗണ്ട് വന്നത്. ഒരെണ്ണം ലോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസമുള്ളൊരു സൗണ്ട് വന്നതാണ്. അപ്പോൾ ഞാനത് കാണിക്കാം. എൻ്റെ മറ്റേ വണ്ടിയിലിരിക്കുന്നത് 2ഉം ഒരു ഹൈയും ഒരു ലോയും ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ വണ്ടിയിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ഹൈയും ഒരു ലോയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ സൗണ്ട് കൂടി ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ 2 നമ്മൾ 2 ടോൺ ആയതുകൊണ്ട് വ്യത്യാസമുണ്ട്. പക്ഷേ അത് കുറച്ചൊരു വലിയ വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ ലൗഡ്നെസ് ഉണ്ടായിരുന്ന ഒരു വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മുടെ ആ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ബാക്കി ഇപ്പോൾ ജസ്റ്റ് നമ്മളെ ഫോണിൻ്റെ മൈക്കൊന്ന് മൂടി വെച്ചിട്ട് സൗണ്ട് റെക്കോർഡ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഹോൺ അടിക്കുമ്പോൾ ഭയങ്കര സൗണ്ട് കേൾക്കണം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആ ഒരു ടോൺ മനസ്സിലാവാനായിട്ട് ജസ്റ്റ് ഒന്ന് ഹോൺ അടിച്ച് കേൾപ്പിക്കാം എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇപ്പോൾ 2 ഹൈ ഹോണിൻ്റെ ആണ് വെച്ചേക്കണത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വയറുകൾ നമുക്ക് ഈ കിടക്കുന്നതൊക്കെ നല്ല കറക്റ്റായിട്ട് ടൈ ചെയ്ത് വെക്കാനുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അയച്ചെടുത്ത സൈഡ് കവറും കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിപ്പിക്കാനുണ്ട്. ഇതിന് നമ്മുടെ സൈഡ് കവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ലോക്കുകളും കാര്യങ്ങളൊക്കെ പൊട്ടാതെ തന്നെ നമ്മൾ തിരിച്ചു പിടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഫിറ്റ്. നമ്മുടെ സൈഡ് കവറിന് 3 ലോക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഒരു ലോക്കാണ്, ഇതൊരു ലോക്കാണ്. അതുപോലെ തന്നെ ഇവിടെ അകത്ത് വേറെ 2 ലോക്കുകളുണ്ട്. ഇവിടെ താഴെയായിട്ട് ലോക്കുകളുണ്ട്. ഇതൊന്നും പൊട്ടാതെ തന്നെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ വൈബ്രേഷനും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എന്തായാലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡ്യുവൽ ഹോണിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കറക്റ്റായിട്ട് വയറും കാര്യങ്ങളൊക്കെ ടൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിമൂവ് ചെയ്തിരുന്ന സൈഡ് ഫെയറിങ് കാര്യങ്ങളൊക്കെ റീഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു ഓപ്പൺ ഏരിയയിലാണ് നിൽക്കണേ. ഓപ്പൺ ഏരിയയിൽ ഇതിൻ്റെ എന്തുമാത്രം സൗണ്ട് ഉണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ലൗഡ് തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഹോൺ എന്ന് പറയുന്നത്. കാരണം മുമ്പുണ്ടായിരുന്നത് ഒരു ചെറിയ ഹോണായിരുന്നു, നോർമൽ ഹോൺ തന്നെയാണ്, പക്ഷേ അത് സിംഗിളായിരുന്നു. അപ്പോൾ അത് ഡ്യുവലാക്കിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ 2 പോരായ്മകളിലൊന്ന് ഈ വിൻസ്ക്രീനും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹോണ് തന്നെയായിരുന്നു. അപ്പോൾ അത് രണ്ടും ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പറയാനായിട്ട് പറ്റും. കാരണം നമ്മുടെ അടുത്ത 3rd സർവീസ് കഴിയുന്നതോടുകൂടി ഇതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ ഏകദേശം സ്റ്റേബിളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു മൈലേജ് ടെസ്റ്റും കാര്യങ്ങളും ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, സൈനിങ് ഓഫ് ബ്ലാക്ക് സ്റ്റാലിയൻ.